Meet the editors. ചോദ്യം ഇതാണ്, ബി.ജെ.പിക്ക് തിരിച്ചടിയോ? നമുക്കിപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും തത്സമയം. വെൽക്കം പിയാ സുനിൽ. നമുക്ക് ജിമ്മിയിൽ നിന്ന് തുടങ്ങിയാൽ, ജിമ്മി, 25% വോട്ട് ഷെയറെങ്കിലും ഞങ്ങൾ നേടും എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് നടത്തിയ രാജീവ് ചന്ദ്രശേഖറും ബി.ജെ.പിയുടെയും കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 20% ഞങ്ങൾ നേടിയിട്ടുണ്ടാവും എന്നുള്ളതായിരുന്നു ഒരു ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ വോട്ട് ഷെയർ പുറത്തു വരുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തു വരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്നിലാണ്. 14.71% തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ചിലയിടങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റികൾ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു. ഭരിച്ചിരുന്ന മുനിസിപ്പാലിറ്റികളിൽ ചിലതിൽ കേവല ഭൂരിപക്ഷമില്ല. പന്തളത്ത് തോറ്റു, തൃപ്പൂണിത്തറ കിട്ടി. പക്ഷേ അപ്പോഴും ബി.ജെ.പിക്ക് തിരിച്ചടിയാണോ വോട്ട് ഷെയറിൽ? വോട്ട് ഷെയറിൽ തിരിച്ചടിയാണെന്നുള്ള സംശയമില്ലല്ലോ. നമ്മൾ കണക്കല്ലേ പറയുന്നത്. 15% കഴിഞ്ഞ തവണ വന്നെടുത്ത് ഇപ്പോൾ 14.71. അപ്പോൾ 0.39% കുറവുണ്ടായിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ നമ്മൾ നോക്കിയാൽ അത് തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു 13% അതേഴ്സ് ഇതിനകത്ത് കൂട്ടാതെ കിടപ്പുണ്ട്. അത് ആരുടെ അതേഴ്സ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അത് പ്രപ്പോർഷണൽ നിങ്ങൾ നോക്കിയാൽ അത് UDF-നും LDF-നും കഴിഞ്ഞിട്ടേ ബി.ജെ.പിക്ക് വരൂ. അപ്പോൾ എന്തായാലും ബി.ജെ.പിക്ക് വിചാരിച്ചത്ര ഒരു കയറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ. 2020 15%. 2015 13%. 2% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് 2010 ഒരു വലിയ കുതിച്ച് 6% ആയിരുന്നതാണ് 2015 ആകുമ്പോഴേക്കും 13% വർദ്ധിപ്പിച്ചത്. ബി.ജെ.പി അങ്ങനെ ഒരു തവണയേ വലിയ കുതിച്ചുകയറി നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 2%. ഇത്തവണ കുറച്ച് പുറകോട്ട് പോയിരിക്കുന്നു. ചിലപ്പോൾ സ്വതന്ത്രന്മാരുടെ കൂട്ടിയാൽ 15 തന്നെ വരും എന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഇതൊന്നും അല്ലല്ലോ കണക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വളരെ വലിയ വിജയം, പല കോർപ്പറേഷനുകളിലും ഉണ്ടായ വളരെ വലിയ സാന്നിധ്യം, അത് തന്നെയാണ് ബി.ജെ.പിയുടെ തിരിച്ചടിയുടെ ലക്ഷണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം നഗരമേഖലകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി ബി.ജെ.പി മാറുന്നുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. 35-36 സീറ്റിൽ നിന്ന് 50 സീറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ വോട്ട് ഷെയർ കാര്യമായി കൂടിയിട്ടുണ്ടാവണമല്ലോ സ്റ്റാറ്റിസ്റ്റിക്കലി. അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, ഇവിടെയെല്ലാം ബി.ജെ.പി കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ അവരുടെ ട്രഡീഷണൽ മേഖലകൾ അവർ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വോട്ട് ഷെയർ 20% ഉയർന്നില്ല എന്നതിൽ നിന്നുള്ള ഏറ്റവും വലിയ തെളിവ്. ഈ വളരെ വലിയ ഒരു തിരുവനന്തപുരത്തിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കിയുള്ളത് നമ്മൾ കാണാതെ പോയതാണ്, മിസ്സായി പോയതാണ്. അത് കണക്കിലെടുത്ത് കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ബി.ജെ.പിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കഴിഞ്ഞ തവണയും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. 2% വർധനവേ ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യരുത് എന്നുള്ളതും വ്യക്തമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അടിച്ചു കയറും എന്നുള്ളത് ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് ചില സ്ഥലങ്ങളിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും തദ്ദേശത്തിൻ്റെ അത്രയും അതിനേക്കാൾ മുകളിലേക്കാണ് അവർ പോയത്. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് വിടാം, വേറൊരു സംഭവമാണ്. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ഇങ്ങനൊരു വളർച്ച ഉണ്ടായാൽ മതിയോ? തദ്ദേശ തിരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ ബി.ജെ.പിക്ക് വോട്ട് ഷെയർ കുറയാനാണ് സാധ്യത സ്റ്റാറ്റിസ്റ്റിക്കലി ഇതുവരെയുള്ള കാലത്ത്. അങ്ങനെയാണെങ്കിൽ 14.71% നേടിയ ബി.ജെ.പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിലും കുറയാനാണോ സാധ്യത? ഇതാണൊരാശങ്ക. ബി.ജെ.പിക്കാരുടെ നെഞ്ചിടിക്കുന്നത് ഈ ഒരു കണക്കിലാണ്. എവിടെ പോയി നമ്മുടെ വോട്ടുകൾ എന്ന് ചോദിച്ചാൽ ഗ്രാമമേഖലകൾ വളരെ വലിയ പരാജയം, അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ജയിച്ചത്. 53 സീറ്റുള്ളത് 25 ഉള്ളൂ, കേവല ഭൂരിപക്ഷമില്ല. കയ്യിലുണ്ടായിരുന്ന പന്തളം പോയി, പകരം തിരുവനന്തപുരത്ത്, എറണാകുളത്ത് ഒരു മുനിസിപ്പാലിറ്റി കിട്ടി. അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വാർഡുകളുടെ എണ്ണം നിങ്ങൾ മൊത്തത്തിൽ 320 വാർഡിൻ്റെ വർധനവേ ഉള്ളതേ. ഗ്രാമപഞ്ചായത്തിൽ 19 26ആയി. നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി മുമ്പും 2 ഇപ്പോഴും 2. പക്ഷേ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 മുനിസിപ്പാലിറ്റിയിലും ആക്ച്വലി കൃത്യമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ബി.ജെ.പി എന്ത് പാഠമാണ് പഠിക്കുക? സംസ്ഥാന വ്യാപകമായ ഒരു പാർട്ടിയായി വളരാൻ ബി.ജെ.പി ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇൻട്രോട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കരുതിയ സ്ഥലങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളായ 3 ജില്ലകളായിരുന്നു. ആ ജില്ലകൾ നിങ്ങൾക്ക് നിലം തൊടാനായില്ല എന്നുള്ളതാണ്. കയ്യിലിരിപ്പാണ് കേട്ടോ. അത്
കേരളത്തിലെ ബി ജെ പി എന്താണെന്ന് നോർത്ത് ഇന്ത്യയിലെ ബി ജെ പിക്കാർക്ക് മനസ്സിലാവാത്തതാണോ എന്തോ കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള ഒരു 2-3 മാസം കൃത്യമായി ദേശീയ നേതൃത്വത്തിലുള്ള പല സംസ്ഥാനങ്ങളിലെ ബി ജെ പിക്കാരും സംഘപരിവാരവും പണി കൊടുത്തതുകൊണ്ട് കൃത്യമായി ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലായി. ആ ഒരു സാധ്യത അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മേഖലയിൽ 2 ജനറൽ സെക്രട്ടറിമാർ ക്രിസ്ത്യാനികളാണ് ബി ജെ പിയിൽ. ചരിത്രത്തിലില്ലാത്തതാണ്. അതൊക്കെ വെച്ച് പടക്കിറങ്ങിയതാണ്. പക്ഷേ നിലം തൊടാൻ പറ്റിയില്ല. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പിന്നെ എറണാകുളം സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എല്ലായിടത്തും പാളി. ഇത് മാത്രമല്ല ഭരണവിരുദ്ധ വികാരമാണ്. അത് കൃത്യമായി കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ എത്ര സീറ്റ് എത്ര ശതമാനം എന്നതിലൊക്കെ അപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ LDFൻ്റെ കുത്തകയാവാനുള്ള കാരണം എത്ര മോശം ഭരണമാണെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ CPMൻ്റെയും CPIയുടെയും LDFൻ്റെ മൊത്തത്തിലെയും കേഡർ സംവിധാനം ഇളകില്ല. എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നയാൾ ഒരു CPMകാരനായിരിക്കും, ഒരു കോൺഗ്രസ്സുകാരനായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശത്തിൽ CPMനെ മറിച്ചിടുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അതങ്ങനെ കാര്യമായി നടന്നിട്ടില്ല. ഇത്തവണ അങ്ങനെ നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾക്ക് ദിവസവും അറിയാവുന്ന ആളുകളെ പോലും വേണ്ടെന്ന് വെക്കുന്ന രീതിയിൽ അവരോടുള്ള വിരോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ട്രെൻഡ് പല സ്ഥലങ്ങളിലും കണ്ടു. അത് വോട്ടിൻ്റെയോ വോട്ട് ശതമാനത്തിൻ്റെയോ ആര് ജയിച്ചു എന്നതല്ല ഞാൻ പറയുന്നത്, വേറൊരു കാര്യമാണ്. പക്ഷേ BJP എന്തായാലും സംസ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു പാർട്ടി അല്ലല്ലോ. BJPക്ക് ആ വോട്ട് വേണ്ടത് അങ്ങനെ വേണ്ടതാനും. BJP ടാക്റ്റിക്കലായിട്ട് നീങ്ങുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി BJPക്ക് എൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ്, നമ്മൾ BJPയുടെ വോട്ട് ഷെയർ കൂടിയില്ല എന്നുള്ളത് നമ്മൾ സമർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി BJPക്ക് വോട്ട് ഷെയർ കൂടണമോ സംസ്ഥാന വ്യാപകമായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് അങ്ങനെ വേണ്ട എന്നാണ് ഉത്തരം. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കാനും അവരുടെ സാന്നിധ്യം അറിയിക്കാനും 10 സീറ്റുകൾ വരെയെങ്കിലും വേണം. പോട്ടെ, ഒരു 5 സീറ്റുകൾ വരെയെങ്കിലും വേണം. അതിന് സംസ്ഥാന വ്യാപകമായി BJPക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ നേടിയെടുക്കുകയും വേണോ? വേണ്ട. ഇപ്പം ഞാനൊരു കണക്ക് പറയാം. തിരുവനന്തപുരത്തെ 4 കോർപ്പറേഷനുകൾ, 4 മുനിസിപ്പാലിറ്റികൾ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ. അങ്ങ് കാസർഗോഡ് പോയാൽ കാസർഗോഡും മഞ്ചേശ്വരവും. ഇത്തവണ കാസർഗോഡ് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിലെടുത്തെങ്കിൽ കാസർഗോഡ് BJPയാണ് മുമ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ. അപ്പോൾ ടാക്റ്റിക്കൽ വോട്ടിങ്ങിലൂടെ BJPക്ക് ഒരു 6 നിയമസഭകൾ പിടിച്ചാൽ 0-ൽ നിന്ന് നേമം ജയിച്ചു. കഴിഞ്ഞ തവണ നേമം പോയി. ഇത്തവണ വീണ്ടും തിരുവനന്തപുരത്ത് ഒരു 4 സീറ്റ്, കാസർഗോഡ് 2 സീറ്റ്, ചിലപ്പോൾ പാലക്കാടോ തൃശ്ശൂരോ അവിടെ നിന്ന് ഒരു പൊട്ടോ പൊടിയോ ജയിച്ചാലായി, ജയിച്ചില്ലെങ്കിലായി. ഇത്രയും മതി BJPക്ക്. അതുകൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ളൊരു ഒരു 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 പ്രശസ്തമായൊരു വാചകമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെ പലപ്പോഴും പറ്റിക്കും. കൃത്യമായൊരു ഒരു 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 എക്സാമ്പിൾ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പറ്റിക്കും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടി ഏതാ? അത് LDF ആണ്, 1,75,000. രണ്ടാമത്തെ പാർട്ടി ഏതാ? അത് NDA, 1,60,000. പക്ഷെ ജയിച്ചതാരാ? BJP. അതുകൊണ്ട് കണക്കുകളിലും വോട്ട് ഷെയറിലും ഒന്നും കാര്യമില്ല, ടാക്റ്റിക്കൽ വോട്ടിങ്ങിലാണ് കാര്യം. BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് മത്സരിച്ചത്. അതുകൊണ്ട് 1,00,000 CPMനേക്കാളും LDFനേക്കാളും ഏതാണ്ട് 15,000 വോട്ട് കുറവായിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ വായിച്ച 6 സീറ്റുകൾ, അതായത് വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാസർഗോഡ്, മഞ്ചേശ്വരം, ചില സ്ഥലങ്ങളിൽ തൃശ്ശൂരും ചില പാലക്കാടും, ഒരുപക്ഷെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒരു 14-15% വോട്ടുള്ള BJPക്ക് ഈ സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റ് സ്ഥലങ്ങളിൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് നടത്തുകയും ചെയ്താൽ എന്താ പുളിക്കോ? ഞാൻ കാണുന്ന ഒരു സാധ്യത BJP ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അതിലേക്കാണ്. കേരളം പിടിക്കാനല്ല, ജയിക്കാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശവും ചൂണ്ടിക്കാണിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാഞ്ഞു പിടിച്ചാൽ അവർക്ക് അവരുടെ നിയമസഭാ ഫലം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. മറ്റ് സ്ഥലങ്ങളിൽ, നഗര കേന്ദ്രീയ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വോട്ട് കട്ടറായത്? ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ UDFന് കയ്യിലിരിക്കേണ്ട സ്ഥലമായിരുന്നു. അത് BJP നില മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് 7-ൽ നിന്ന് 13-ലേക്ക് ആക്കിയതുകൊണ്ടാണ് UDFനിൽ നിന്ന് പോയത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഇത്രയും വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരോടായിരിക്കും ചർച്ചയ്ക്ക് പോകാൻ സാധ്യത? അത് ഞാൻ ഊഹങ്ങൾക്കും സാധ്യതകൾക്കും വിടുകയാണ്. പക്ഷേ BJPയുടെ ബുദ്ധി അതിലായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് വോട്ട് ശതമാനത്തിൽ തദ്ദേശത്തിൽ BJPക്ക് 2 രീതിയിൽ തിരിച്ചടിയാണ്. 1 ശതമാനത്തിൻ്റെ കാര്യത്തിൽ, 2 അവരുടെ കയ്യിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും പോയി. പ്രത്യേകിച്ച് ശബരിമല ക്യാമ്പയിൻ്റെയൊക്കെ സ്ഥിരാകേന്ദ്രമായിരുന്ന പന്തളം പോയി, ചില ഗ്രാമസഭകൾ പോയി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റി. 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുണ്ടായിരുന്നു, അത് 1 ചുരുങ്ങി. ഇതെല്ലാം തിരിച്ചടികളാണ്, 2 രീതിയിൽ തിരിച്ചടിയാണ്. പക്ഷേ BJPക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ ഇത്രയും മതി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. ഓക്കെ,
ഒരു ഇടവേളയ്ക്ക് ശേഷം കുറഞ്ഞ വോട്ട് ഷെയർ BJP-യുടെ തിരിച്ചടിയാണോ എന്നുള്ളതാണ് ചോദ്യം. പിയാസുലിനുണ്ട് ഡൽഹിയിലിതും. പിയാസുലിൽ 25% ആയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മോഹം, പിന്നീട് 20ആയി. പക്ഷേ ഇപ്പോൾ കണക്ക് വരുമ്പോൾ 14.71 അതുകൂടി നോക്കിയാൽ 2020 തെരഞ്ഞെടുപ്പിനേക്കാൾ 0.39% കുറവാണെന്ന് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കണക്ക് BJP-ക്ക് തിരിച്ചടിയാണോ, BJP-ക്ക് ടെൻഷൻ ഉണ്ടാക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ഭരിക്കാൻ പോകുമ്പോഴും ഉറപ്പായും BJP-ക്ക് വലിയ ആശങ്കയുണ്ടാക്കും, ഒപ്പം BJP-ക്ക് വലിയ തിരിച്ചടിയുമാണ്. 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയപ്പോൾ അവിടെ ഒരു പ്രമുഖ BJP നേതാവ് എന്നോട് പറഞ്ഞു, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആയിരുന്നല്ലോ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വന്നത് 2017. അന്ന് അദ്ദേഹം പറഞ്ഞു 15% വോട്ടാണ് BJP കേരളത്തിൽ പിടിച്ചിരിക്കുന്നത്. 15% വോട്ട് BJP കേരളത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ BJP കേരളം ഭരിച്ചിരിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. RSS അതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കും ഉടൻ തന്നെ എന്നൊക്കെയാണ് ആ പ്രമുഖ BJP നേതാവ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷമായില്ല, എന്നാലും കഴിഞ്ഞ അതിനുശേഷം വന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ ഈ 15%-ൽ നിന്ന് 1% വർധനവ് പോലും BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് വിഹിതം 12%-ലേക്ക് കുറയുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 15% ഉള്ളൂ. ഇത്തവണ അതിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ ഈ 15%-നപ്പുറത്ത് എന്തൊക്കെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതൊന്നും BJP-ക്ക് കേരളത്തിൽ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ദേശീയ തലത്തിൽ ഇനിയിപ്പോൾ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം. ഇതിലാകെ ഒരു സ്ഥലത്ത് മാത്രമാണ് BJP അധികാരത്തിലുള്ളത്, അത് അസമിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷത്താണ് BJP, പക്ഷേ അവിടെ അധികാരം പിടിക്കുക ഇപ്പോഴും BJP-യെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. പശ്ചിമ ബംഗാളിൽ തമിഴ്നാടും കേരളവും ഇനി BJP-ക്ക് നോക്കേണ്ടതില്ല എന്ന വ്യക്തമായ സൂചന കേരളം നൽകുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് BJP-യുടെ ഒരു പ്രതീക്ഷ കൂട്ടിയത്. കാരണം 19%-ലധികം വോട്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നു. ഒരു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വരുന്നു. പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ട് ശതമാനം വ്യക്തമാക്കുന്നത്. സാധാരണ നമ്മളൊക്കെ തന്നെ പറയാറുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ അല്ല നിയമസഭയിൽ, അതല്ല ലോക്സഭയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ട്രെൻഡാണ്. BJP-ക്ക് എന്താണ് BJP എന്നത് സംബന്ധിച്ചുള്ള ഒരു പൊതു ട്രെൻഡാണ്. നമുക്ക് പഞ്ചായത്ത് വിടാം, ബ്ലോക്ക് വിടാം, മുനിസിപ്പാലിറ്റികൾ വിടാം. പക്ഷേ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ BJP-ക്ക് നഷ്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അനുകൂലമായപ്പോൾ ശബരിമലയാണല്ലോ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംഭവം. BJP-യെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമല. ആ ശബരിമല BJP-ക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ഫലം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കിയാൽ BJP-ക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാലോ, പരമ്പരാഗത നേതാക്കളെ കൊണ്ട് കേരളത്തിൽ ഒരു കാര്യവുമില്ല എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയപ്പോഴാണ്. അല്ല, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം BJP-യുടെ കഷ്ടപ്പെടൽ വളരെ തന്ത്രപരമാണല്ലോ. നോക്കൂ എന്താണ്, അല്ല ദേശീയതലം വിട്ടേക്കൂ. കേരളത്തിന്റെ കാര്യമല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ദേശീയതലം തൽക്കാലം വിടാം. കേരളത്തിന്റെ കാര്യം ദേശീയതലം അല്ല. കേരളത്തിൽ BJP നേടാൻ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല. ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത്, കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരെ കൊണ്ടൊരു ഗുണമില്ലാന്ന് തോന്നിയോണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. BJP-യുടെ നിങ്ങൾ നോക്കൂ, BJP-യുടെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത്? കേരളത്തിലൊരു പുതിയ നീക്കമായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു നീക്കം നടത്തിയിട്ട് പോലും കേരളത്തിൽ അതൊരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നതല്ലേ ഈ ഒരു ഫലസൂചന? സുരേഷ് ഗോപിയുടെ വിജയമാണ് കേട്ടോ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് BJP പോകാൻ പ്രേരിപ്പിച്ചത്. നിതിൻ നബീലും വന്നു, ബീഹാറിൽ നിന്നാണ് വന്നത്. കുടുംബാധിപത്യ പാർട്ടിയല്ല, അതുകൊണ്ട് ആർക്കും എപ്പോഴും നേതാവാകാം. നിതിൻ നബീൽ
അല്ല, നിതിൻ നബീൽ BJPയുടെ ഒരു കറകളഞ്ഞ നേതാവാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്തിയ അംഗമാണ്. ഒരുപാട് വർഷം അദ്ദേഹം നിയമസഭയിൽ തുടർന്ന അംഗമാണ്. BJPയുടെ ഒരു കോർ നേതാവാണ്. അപ്പോൾ ഒരു അതൊക്കെ BJPയുടെ ഒരു തീരുമാനം. ഏറ്റവും യുവാവായ ഒരാളെ BJP വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരുന്നു, ഇനി അദ്ദേഹത്തെ അധ്യക്ഷനാക്കും, അതൊക്കെ വേറെ തീരുമാനം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖർ RSS കാരനായിരുന്നില്ല, BJP കാരനായിരുന്നില്ല. അദ്ദേഹം അടുത്ത കാലത്ത് BJPയിൽ വന്നതാണ്. BJPയുടെ പിന്നീട് മന്ത്രിയായി. ആ രാജീവ് ചന്ദ്രശേഖറിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. പക്ഷെ ഏതായാലും രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുവന്നിട്ട് അതിനുശേഷം നടന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ആകെ BJPക്ക് ഒരു നേട്ടമുണ്ടായി എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം മാത്രമാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPയുടെ കയ്യിലുള്ള എത്ര മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അതുപോലെ നിലനിൽക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം പലയിടത്തും ഇപ്പോൾ പാലക്കാട് അടക്കം BJPക്ക് കൃത്യമായ മെജോറിറ്റി ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് ഒരു BJP അധ്യക്ഷനെയൊക്കെ സംസ്ഥാനത്ത് നിയമിക്കുമ്പോൾ ഒരു പുതിയ പാറ്റേണിലേക്ക് പോവുക എന്നുള്ള ആലോചനയിലേക്ക് BJP ദേശീയ നേതൃത്വത്തെ എത്തിക്കുന്നത്. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവരുന്നത്. ഏതായാലും ആ ഒരു പരീക്ഷണവും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന വ്യക്തമായ സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഒരു ഫലം BJPക്ക് നൽകുകയാണ്. ഏതായാലും മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും, ആദ്യം BJPയുടെ രാഷ്ട്രീയ പരീക്ഷണ സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു. അതിനുശേഷം BJPയുടെ ഏറ്റവും രാഷ്ട്രീയ പരീക്ഷണ മേഖല എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആയിരുന്നു. ആ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ BJP വിജയിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി ബെൽറ്റിലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊന്നും മാറ്റിവെക്കുന്നില്ല. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അത് കേരളമായിക്കോട്ടെ തമിഴ്നാടായിക്കോട്ടെ, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ BJP ഒന്നുമല്ല, BJP ഇപ്പോഴും പടിക്ക് പുറത്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. വെൽക്കം ബാക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കുറഞ്ഞ വോട്ട് ഷെയർ 14.71%. അത് BJPയുടെ തിരിച്ചടിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സുജയ, ഇത് കണക്കിലെ തിരിച്ചടിയാണ്. കാരണം കണക്കിൽ കുറവ് വരുമ്പോൾ അത് കുറവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ക്യാപ്സൂൾ എടുക്കുന്ന പതിവ് BJPക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ കണക്ക് ഉൾക്കൊണ്ട് തന്നെ. PR സുനിലിന്റെ അവസരം കഴിഞ്ഞില്ലേ? ഡോക്ടർ അരുൺ എന്നോടാണ് ചോദിച്ചത്. പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇടപെട്ടിരുന്നില്ല. ഇനി അതിന് മോഡറേറ്ററും ഇനി PR സുനിലിന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. അദ്ദേഹം പറഞ്ഞു തീർത്തോട്ടെ. നമ്മൾ സമ്മതിച്ചു പോവാം. ഒറ്റ വാചകം പറയുമ്പോഴേ ഇടപെടുന്ന രീതിയാണെങ്കിൽ അദ്ദേഹത്തെ പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ അത് കഴിഞ്ഞ് സംസാരിക്കാം. മാത്രമല്ല തിരിച്ചടിയെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അദ്ദേഹം അത് പറഞ്ഞതേ ഉള്ളൂ. തുടരാം. തുടരാനല്ല, തുടങ്ങുമ്പോഴേ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് തുടരുന്നത്? അദ്ദേഹം സംസാരിച്ചപ്പോൾ മിഡിൽ പാർട്ടിലാണ് ഞാൻ ഇടപെട്ടത്, തുടങ്ങുമ്പോഴല്ല. മിഡിലാണോ എൻഡാണോ ബിഗിനിങ് ആണോ എന്നുള്ളതല്ല. തുടങ്ങുമ്പോഴേ എതിർക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. എതിർക്കാനല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. താങ്കൾക്ക് തുടരാം. അദ്ദേഹം തടസ്സപ്പെടുത്താനല്ല. കണക്കിൽ മാത്രമല്ല, രാഷ്ട്രീയമായി കൂടി തിരിച്ചടിയല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്, ഓക്കെ. കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ തുടരാം. ആരോഗ്യകരമായ സംവാദമല്ലേ? അതെ, ആരോഗ്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് ആരാണ്, അനാരോഗ്യകരമാക്കുന്നത് ആരാണെന്നുള്ളത് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാവണമല്ലോ. എല്ലാവരെയും കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചർച്ചാവേദിയായി ഇത് മാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വിഷയം BJPക്ക് തിരിച്ചടിയാണോ? CPIM-ന് പിന്നെ തിരിച്ചടിയേ ഇല്ല. സ്വർണം കെട്ടതും കൊണ്ടുപോയതും പാട്ടായതും പാരഡിയായതും കേസെടുക്കാൻ പോയതും തിരിച്ചു വന്നതും അതൊന്നും തിരിച്ചടിയേ ആയിട്ടില്ല. BJPക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി. കാരണം BJP ആണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായി. മാത്രമല്ല കോർപ്പറേഷൻ ആയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും എല്ലാത്തിലും BJP ഭരിച്ചിരുന്നു. അതുകൊണ്ട് BJPക്ക് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ട് എല്ലാം ഇല്ലാതായി എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് കണ്ട് നമ്മളിങ്ങനെ കണ്ണു തള്ളിയിരിക്കാമെന്നല്ലാതെ എന്ത് പറയാൻ. ഇവിടെ കണക്കുകളിൽ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ അതായത് 1 പോയിന്റിന്റെ അല്ലെങ്കിൽ 1% വ്യത്യാസം പോലും വന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായിരിക്കെ എങ്കിൽ പോലും വാദത്തിന് വേണ്ടി അത് സമ്മതിക്കാവുന്ന കാര്യം തന്നെയാണ്. കാരണം നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ 15% നിന്ന് 14.71, അപ്പോൾ പോയിന്റ് മാത്രമാണ് എങ്കിൽ പോലും അത് ഒരു കുറവ് തന്നെയാണ്. 0.29%, അത്രയുമാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0.29% കുറവ് BJPക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ്. വളർച്ചയില്ല, 0.29% തളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ടാണ്. അതാണല്ലോ ഇതുവരെ പറഞ്ഞു വെച്ചത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ അവിടെയായിരുന്നു കൃത്യമായിട്ടുള്ള ഫോക്കസ് എന്നുള്ളത് ഈ പ്രചാരണത്തിലുടനീളം വ്യക്തമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ NDA അല്ലെങ്കിൽ BJP 50 സീറ്റ് നേടി എന്നുള്ളത് ഒരു നേട്ടമാണ്. ആ നേട്ടത്തെ അംഗീകരിക്കാൻ കൂടി പഠിക്കണം എന്നത് മാത്രമാണ് എനിക്ക് വിനയത്തോടെ ഒപ്പം ഇരുന്ന് സംവദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പെർസെന്റേജിലേക്ക് വരാം. 15 വർഷം
വർഷത്തിന് ഇടയിൽ 2010-നും 2025-നും ഇടയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് കേരളത്തിൽ BJP എന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട PR സുനിലിനോട് കൂടിയാണ്. 2010-ലെ 6.26% നിന്ന് 2025-ൽ 14.71% എന്ന് പറയുമ്പോൾ ഇരട്ടി വളർച്ച തന്നെയാണ്. അതിനിടയിൽ വളർന്നും തളർന്നും പിളർന്നും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ പാർട്ടികളാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 2016-ലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശമാണ് പറഞ്ഞത്. നമ്മുടെ ചോദ്യം താങ്കൾ മനസ്സിലാക്കണം. ഉത്തരവെഴുതുന്നതിന് മുമ്പ് ചോദ്യം ഒന്ന് പഠിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്ക് തിരിച്ചടിയോ എന്നതാണ് ചോദ്യം. ഞാൻ അതിനാണ് ഉത്തരം പറയുന്നത്. ഓക്കെ, തദ്ദേശത്തിലെ വളർച്ചയാണ് സുനിൽ പറഞ്ഞോളെ. 2020-ലും 15% ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15-ൽ നിന്ന് 0.29% കുറവ് വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. താങ്കൾ കേൾക്കൂ, ഇങ്ങനെ അസഹിഷ്ണനാകാതെ. താങ്കളുടെ വാദങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടല്ലോ. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തോളാനും ഞാൻ പറഞ്ഞിരുന്നല്ലോ. തുടരൂ. ഓക്കെ, അപ്പോൾ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വളർച്ചയും തളർച്ചയും എത്രയാണ് എന്നുള്ളത് ഈ 15 വർഷത്തെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 2010 മുതൽ 2025 വരെ 2010-ലെ 6.26% നിന്ന് 2015-ലേക്ക് 13% വളർന്നത് പോലെയുള്ള ഒരു ഡബിൾ വളർച്ച അല്ലെങ്കിൽ ഒരു ഇരട്ടിയിലേക്ക് നേരെ കുതിച്ചു ചാടുന്ന ഒരു വളർച്ച BJPക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു തളർച്ചയായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ തന്നെ വിലയിരുത്തണം, അങ്ങനെ വിലയിരുത്തി മുന്നോട്ട് പോകണം BJP എന്ന പാർട്ടി എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ 15,000 വോട്ടിന്റെ കൂടുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങളാണ് ജയിച്ചത്, സീറ്റ് എണ്ണമല്ലേ ഞങ്ങൾക്ക് ഇല്ലാത്തതുള്ളൂ, സീറ്റില്ലെങ്കിൽ എന്താ ഞങ്ങൾക്കാണ് വോട്ട് കൂടുതൽ എന്ന് പറഞ്ഞ് അഭിരമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തോൽവി അല്ലെങ്കിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് 0.01% ആണെങ്കിലും അത് പിന്നോട്ട് പോക്കാണ് എന്ന് തന്നെ വിലയിരുത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ വിലയിരുത്തുന്നു. കൂടുതൽ വിലയിരുത്തലുകൾക്കായി അടുത്ത ദിവസം നേതൃയോഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി ലോക്സഭ, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ മൂന്നിന്റെയും വോട്ടിംഗ് പാറ്റേൺ ഡിഫറന്റ് ആണ് എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് അതിന്റെ വോട്ടിംഗ് പോവുകയും ചെയ്യുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 19.40 അതാണ് ഇതുവരെ BJP കേരളത്തിൽ നേടിയിട്ടുള്ള ഹയസ്റ്റ് ടാലി എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് വേറെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത വർഷമാണ് നടക്കുന്നതെങ്കിലും ആ രീതിയിലല്ല വോട്ടിംഗ് പാറ്റേൺ നടക്കുക. പക്ഷേ UDF-ന് 2024 നേടിയ വിജയത്തിൽ നിന്ന് അതേ രീതിയിലുള്ള ഒരു പ്രകടനം പലയിടങ്ങളിലും ആവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും BJPയും CPIയും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എവിടെയാണ് തങ്ങൾക്ക് പാളിയത് എന്നുള്ളത് ഈ രണ്ട് പാർട്ടികളും മനസ്സിലാക്കണം. കാരണം രണ്ടുപേർക്കും 2024-ന്റെ ആവർത്തനമാണ് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കിട്ടിയിരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ 13.92%, മുനിസിപ്പാലിറ്റിയിൽ 14.4%, കോർപ്പറേഷനിൽ 23.58%. ഇതിന്റെ ഒരു അഗ്രഗേറ്റ് ആണ് BJPക്ക്. അഗ്രഗേറ്റ് ആണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത 14.71%. കോർപ്പറേഷനുകളിൽ അതായത് നഗരമേഖലകളിൽ വോട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ അതേ രീതിയിൽ വോട്ട് വിഹിതം കൂട്ടാൻ കഴിയാത്തത് എന്താണ് എന്നുള്ളത് ആ പാർട്ടി ഇൻട്രോസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള 100 ദിവസത്തെ പരിപാടികളും അവിടെയുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 12.47%. യഥാർത്ഥത്തിൽ BJPക്ക് നിയമസഭയിൽ വലിയ തകർച്ച നേരിട്ടത് 2016-ഉം 2021-ഉം കമ്പയർ ചെയ്യുമ്പോൾ വിസിബിൾ ആണ്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14.96% വോട്ടുകൾ ഉണ്ടായിരുന്ന BJPക്ക് 2021 ആകുമ്പോൾ അത് കുറയുകയാണ്. അവിടെ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 12.47% അവിടെ വീണിട്ടുണ്ട്. 2016-ൽ നിന്ന് 2021-ലേക്ക് വരുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഒരു 2.5%-ന്റെ വളർച്ച മുരടിക്കുകയാണ്, അല്ലെങ്കിൽ താഴേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ആ താഴേക്ക് പോയ 2021-ൽ നിന്നാണ് തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12.47%-ൽ നിന്ന് 19.40% വളരാൻ, അതായത് 12-ൽ നിന്നും ഓൾമോസ്റ്റ് 7%-ന്റെ ഗ്രോത്ത് ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 ദിവസത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളർച്ചയുണ്ടാക്കാൻ BJPക്ക് കഴിയായികയൊന്നുമില്ല. ഒന്നുകൂടി കൃത്യമായി എവിടെയാണ് നമ്മുടെ ഫോക്കൽ ഏരിയാസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വർക്ക് ചെയ്താൽ മാത്രം മതി. അതിന് ആ പാർട്ടിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ 0.29%-ന്റെ ഒരു കുറവിനെ അതൊരു വലിയ കുറവാണ്, അയ്യോ തകർന്നു പോയേ എല്ലാം പോയേ എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അപ്പോഴും പുറകോട്ട് പോയിട്ടുണ്ട് പെർസെൻറ്റേജ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചടി എന്ന് തന്നെ വിലയിരുത്തണം എന്ന അഭിപ്രായം ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷ എന്താണോ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാൻ സാധിച്ചു. അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും CPIM ആയാലും CPI ആയാലും BJP ആയാലും ഏത് പാർട്ടി ആയാലും പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നേറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രതീക്ഷ 25% ആ പ്രതീക്ഷയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ആ പ്രതീക്ഷയിലേക്ക് എത്തുക എന്നതായിരുന്നു ടാർഗറ്റ്. അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എവിടെയൊക്കെയാണ് പാളിച്ചകൾ ഉണ്ടായത് എന്നത് ആ പാർട്ടി പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് തിരുത്തുക തന്നെ ചെയ്യും. അല്ലാതെ ഇവിടെ തന്നെ നിൽക്കുകയും ഇതിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ പറയുന്ന 14.71%-ൽ നിന്ന് ഇനിയൊരു താഴോട്ട്
താഴോട്ട് പോക്ക് BJPക്ക് ഇല്ല. അത് ആര് സ്വപ്നം കാണണ്ട. അത് ആ രീതിയിൽ താഴേക്ക് പോവുകയും അവിടെ ഞങ്ങൾ കയറുകയും ചെയ്യും എന്നുള്ളത് ഞാനിത് നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. 14.71 എന്ന് പറയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പെർസെന്റേജിൽ നിന്ന് ഇനി താഴേക്ക് BJP പോകില്ല. അടുത്ത 100 ദിവസത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മുകളിലേക്ക് തന്നെയായിരിക്കും പോവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് ശതമാന കണക്കൊക്കെ വരുമ്പോൾ ചർച്ച ചെയ്യാൻ നിങ്ങളൊക്കെ നിങ്ങൾ ഇതേ അഭിപ്രായമായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അത് അന്നേരം സമ്മതിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പന്തളം നഗരസഭയെക്കുറിച്ചാണ്. പന്തളം നഗരസഭയിൽ മൂന്നാമതായി ഭരിച്ചിരുന്ന ഇടത്ത് മൂന്നാമതായി അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കണം. ഞാൻ ആ ദിവസവും പറഞ്ഞതാണ്. എന്നാൽ തൃപ്പൂണിത്തുറയിൽ ഭരണം കിട്ടി. അപ്പോൾ ഭരണം ഉണ്ടായിരുന്ന ഒരിടത്ത് മൂന്നാമത് പോവുകയും ഭരണമില്ലാതിരുന്ന ഒരിടത്ത് ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അവിടെയും കേവല ഭൂരിപക്ഷമില്ല. പന്തളം മാത്രമല്ല, ക്ഷമിക്കണം, തൃപ്പൂണിത്തുറ മാത്രമല്ല പാലക്കാട്ടും കേവല ഭൂരിപക്ഷം എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എവിടെയൊക്കെയാണ് തങ്ങളുടെ സ്ട്രോങ് ഹോൾഡ്സിൽ വീഴ്ച പറ്റിയിട്ടുള്ളത് അത് പരിശോധിക്കണം. പരിശോധിക്കാതെ അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പരിശോധിച്ച് തിരുത്തി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതിന്റെ ഗുണം പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് കിട്ടി, UDFന് കിട്ടി എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ സ്വർണ്ണപ്പാളി, സ്വർണ്ണക്കൊള്ള തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ അഡ്വാൻറ്റേജ് UDFന് പോയിട്ടുണ്ട് എന്നുള്ളത് അവരുടെയും വിലയിരുത്തലാണ്. അതേസമയം ഞാൻ പ്രതീക്ഷ കാണുന്ന അല്ലെങ്കിൽ വോട്ട് വിഹിതം കൂടുമെന്ന് ഞാൻ കരുതുന്നത് മലബാറിലടക്കമുള്ള മേഖലകളിലാണ്. കാരണം മലബാറിൽ ഈ 14.71 എന്ന് പറയുന്ന സീലിംഗിൽ വന്നു നിൽക്കുമ്പോഴും മലബാറിൽ ഇടതുപക്ഷത്തിന്റെ സ്ട്രോങ് ഹോൾഡ്സിലേക്ക് UDFന്റെ, അതായത് കണ്ണൂർ DCC ഓഫീസ് ഇരിക്കുന്ന വാർഡിൽ വരെ കോർപ്പറേഷനിൽ ജയിച്ചിരിക്കുന്നത് BJP ആണ്. ആ രീതിയിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, വലിയ കൊലകൊമ്പന്മാരുടെ തട്ടകത്തിലേക്ക് കടന്നു കയറാൻ കണ്ണൂരിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സാധിക്കുമെന്നുള്ളത് അത് ഓരോ പാർട്ടിയും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. മലബാറിൽ UDFന്റെയും LDFന്റെയും ശക്തി ദുർഗങ്ങളിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്, വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഇനി മുന്നോട്ട് തന്നെയാണ് പോക്ക്, പിന്നോട്ടല്ല. ആ പിന്നോട്ട് പോകുമെന്ന് കരുതി അയ്യോ ക്രിസ്ത്യൻ വോട്ട് പോയി, അയ്യോ കൺസോളിഡേഷൻ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും BJPക്കോ അല്ലെങ്കിൽ BJPയുടെ അനുഭാവികൾക്കോ ഇല്ല. കാരണം ഞാൻ ഒറ്റ വാർഡിന്റെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കോഴിക്കോട് പൊറ്റമ്മൽ വാർഡ്, അവിടെ പ്രേമജവും ബീന ഫിലിപ്പും ഒക്കെ തുടർച്ചയായി ജയിച്ച ആരെ CPIM നിർത്തിയാലും നിഷ്പ്രയാസം ജയിച്ച് കയറും എന്ന് പറഞ്ഞ പൊറ്റമ്മൽ വാർഡിൽ ഇത്തവണ എന്ത് പറ്റി? പൊറ്റമ്മലിൽ പൊട്ടി തകർന്നു. ആര്? LDF, CPIM പൊട്ടി താഴോട്ട് പോയി. അത്രയൊന്നും പാളീസാകുന്ന അവസ്ഥയൊന്നും കേരളത്തിലെ BJPക്ക് സംഭവിച്ചിട്ടില്ല. പ്രേമജവും ബീന ഫിലിപ്പും ഒക്കെ ജയിച്ച വാർഡിൽ യുവമുഖമായ T റനീഷ് ആദ്യമായിട്ട് അവിടെ മത്സരിക്കുന്നത്. ആ വാർഡിൽ വന്ന് റനീഷ് നല്ല പുഷ്പം പോലെ ജയിച്ച് കയറിപ്പോയി. അതാണ് BJP. വേണമെന്ന് വെച്ചാൽ നടത്തും. നിയമസഭയിൽ ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അത് നിങ്ങളുടെ നറേറ്റീവ് എന്തുമാകട്ടെ. അപ്പോൾ അത് സപ്പോർട്ടിംഗ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. എന്തായാലും ക്രിസ്മസ് കാലമാണല്ലോ, ക്രിസ്ത്യാനികൾ മുഴുവൻ BJPയെ വിട്ടിട്ട് പോയി എന്നൊക്കെയുള്ള നറേറ്റീവ് ഒക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നോ? ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ, എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാൻ പറ്റും. അയ്യോ പോയി PR സുനിൽ അറിഞ്ഞില്ല അല്ലേ? ഓക്കെ. വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണന്റെ വസതിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ക്രൈസ്തവ സഭാ നേതാക്കന്മാർ, ബിഷപ്പുമാരൊക്കെ എത്തിയായിരുന്നു. കുറച്ച് സമയം മുമ്പായിരുന്നു, അതായത് ഇന്ന് രാവിലെ സമയമായിരുന്നു. കൊടുക്കാലോ, താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ വീട്ടിലും കൊണ്ടുതരാം. ഞാൻ കേരളത്തിലെ വീടുകളിൽ കേക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ശരി, അല്ല, ഞാൻ താങ്കൾക്ക് പോകാൻ പറ്റുമായിരുന്ന ഉപരാഷ്ട്രപതിയുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. താങ്കൾ അത് അറിഞ്ഞില്ല അല്ലേ? ഇന്ന് നടന്നിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അതിൽ നമ്മുടെ ബിഷപ്പുമാരെല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന് നല്ല ഒന്നാം തരം കേക്ക് മുറിച്ചിട്ടുണ്ട്. പ്ലം കേക്ക് ആയിരുന്നു. പോയിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലേക്കല്ല, കേരളത്തിലെ പിതാക്കന്മാർ പോയെന്നേ. കേരളത്തിലെ പിതാക്കന്മാർ പോയ ചിത്രം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഞാൻ ഉണ്ടയില്ല വെടി പൊട്ടിച്ചതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിയുടെ വീട്ടിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷം നടന്നപ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള സഭാപിതാക്കന്മാരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും വളരെ സ്നേഹോഷ്മളമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും BJPക്ക് തൃശ്ശൂരിൽ എന്തോ വലിയ തിരിച്ചടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സ്വപ്നം കാണലൊക്കെ നല്ലതാണ്. സ്വപ്നം കണ്ടോളൂ. ഇപ്പോൾ ഇന്ത്യ മുന്നണി എത്ര സ്വപ്നം കാണുന്നു? 3 ടേമായി സ്വപ്നം കാണുകയല്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ എന്തായാലും BJPക്ക് ടെക്നിക്കലി സ്പീക്കിംഗ് 15-ൽ നിന്ന് 14.71 പോയിട്ടുണ്ടെങ്കിൽ 0.29% കുറവ് തന്നെയാണ്. ആ കുറവ് തിരുത്തും. കുറവിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് എന്നതാണ് എൻ്റെ വിശ്വാസം. BJPക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം തിരിച്ചടി എന്നുള്ളതാണ് ചോദ്യം. കണക്കുകളിൽ തിരിച്ചടിയാണ്, രാഷ്ട്രീയമായും തിരിച്ചടിയാണെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പക്ഷേ അപ്പോഴും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയെ, ആ രാഷ്ട്രീയ സാന്നിധ്യത്തെ ഒട്ടും കുറച്ച് കാണാത്ത ഒരാളാണ് ഞാൻ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നഗരങ്ങളിൽ BJP പിടിച്ചിരിക്കുന്ന വോട്ടുകളെ നമ്മൾ ചെറുതാക്കി കാണണ്ട എന്നുള്ളതാണ്. തിരിച്ചടിയുടെ കാര്യം ഞാൻ രണ്ടാമത് പറയാം. എന്തുകൊണ്ടാണ് നഗരങ്ങളിൽ? നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ BJP വളർന്ന എല്ലായിടങ്ങളിലും BJP അധികാരത്തിലേക്ക് എത്തുന്നത് ആദ്യം ഗ്രാമങ്ങളെ പിടിച്ചുകൊണ്ടല്ല. നിങ്ങൾ ഗുജറാത്തിലെ ആദ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും.
മോദിയുടെയും അമിത്ഷായുടെയും സ്ട്രാറ്റജിയിലുണ്ടായിരുന്ന ആദ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തുടങ്ങി അതിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് BJP നഗരകേന്ദ്രീകൃതമായി അവരുടെ ആസൂത്രണം നടത്തുന്നതെന്ന് വ്യക്തമാണ്. നഗരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആശിഷ് തന്തി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നഗരങ്ങളിലെ വോട്ടർമാരും ഗ്രാമങ്ങളുടെ വോട്ടർമാരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുക. നഗരങ്ങളിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയത്തെ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി സ്വത്ത് രാഷ്ട്രീയത്തിൽ അടിയുറച്ചു പോകാൻ സാധ്യതയുണ്ട്. അഥവാ നഗരങ്ങളിലുള്ളവർക്ക് വേരുബലം ഒരുപക്ഷെ അവരുടെ സ്വത്തുങ്ങളിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുംബൈയിൽ ശിവസേന വരുന്നത് എവിടെയാണ്? മുംബൈ എന്ന മഹാനഗരത്തിലാണ് ശിവസേനയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിളയാട്ടം നടക്കുന്നത്. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ശിവസേനയുടെ കരുത്ത് എന്ന് പറയുന്നത്. അഹമ്മദാബാദ് പിടിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ. പിന്നീട് ഗാന്ധിനഗർ. നോക്കൂ, നഗര കേന്ദ്രീകൃതമായിട്ട് BJPയുടെയും വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അത് നഗരങ്ങളിൽ നിന്ന് പിന്നീട് ഗ്രാമങ്ങളിലേക്ക് മാറ്റുന്ന രീതിയുണ്ട്. ഇവിടെയും ആ സ്വഭാവമുണ്ട്. അതിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷനിൽ നേടിയിരിക്കുന്ന ഈ 50 സീറ്റുകൾ എന്ന് പറയുന്നത്. അത് ചെറുതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ BJPയുടെ വളർച്ചയെ ചെറുതായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. നഗരങ്ങളിൽ അതിനു പറ്റുന്നൊരു ജീവിത പരിസരമുണ്ട്. ആ ജീവിത പരിസരം ഒരു മധ്യവർഗത്തിൻ്റെ അഭിലാഷങ്ങളുടേതാണ്. ആ മധ്യവർഗ അഭിലാഷങ്ങളുടെയും അവരുടെ സ്വത്വത്തെയും അവരുടെ ഒരു ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിൻ്റെയും ഒക്കെ രാഷ്ട്രീയ അഭിലാഷം എന്ന നിലയിൽ കൂടിയാണ് നമ്മളതിനെ കാണുന്നത്. അവയിൽ കൂടുതൽ ക്ഷേത്ര പരിസരവും ക്ഷേത്ര സംസ്കാരവുമുള്ള പ്രദേശങ്ങൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ BJPക്ക് വളമുള്ളൊരു മണ്ണൊരുങ്ങുകയും ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഈ ഹിന്ദു വോട്ടുകൾ ക്രോഡീകരിച്ച് കിടക്കുന്ന ഇടങ്ങൾ തുലവും കുറവാണെന്ന് മാത്രമല്ല, അത്തരം ഇടങ്ങളിൽ പോലും ഇടതുപക്ഷം വളരെ ശക്തമായ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും. ഈ BJPയുടെ വളർച്ചയെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും എന്നായിട്ട് കാണണം. കാരണം BJPയുടെ ഒന്നാം ഘട്ടത്തിലുള്ള വളർച്ചയിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസുകളിൽ വിള്ളലുണ്ടാക്കിയാണ് BJP വരുന്നതെങ്കിൽ, രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ ഉലയാൻ പോകുന്നത് CPMൻ്റെയാണ്. ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ഭയന്നിരുന്നതും ഒരുപക്ഷെ കൂടുതൽ ഈഴവ വോട്ടുകൾ, SNDP വോട്ടുകൾ BJPയിലേക്ക് ലോക്സഭയുടെ അതേ പാറ്റേണിൽ ഒഴുകുമെന്നാണ്. പക്ഷേ ഇക്കുറി ഇടതുപക്ഷത്തിന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും പിടിച്ചിരിക്കുന്നത് ആരുടെ പ്രധാനപ്പെട്ട വോട്ടുകളാണ് എന്നുള്ളതിന് കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 41 വാർഡുകളിൽ BJP ഒന്നാമതെത്തിയ സ്ഥലത്ത് മൂന്നാമതായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഓർമ്മിക്കണം, കഴിഞ്ഞ തവണയും അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥയെങ്കിലും കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും BJPയും CPMും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പല വാർഡുകളിലും 50 വോട്ടുകളിൽ താഴെയുമാണ്. കോർപ്പറേഷന്റെ കാര്യമാണ്. അത് ആരുടെ സിറ്റിംഗ് വാർഡാണ്? CPMൻ്റെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ കണക്ക് നോക്കൂ. മൊത്തം തിരുവനന്തപുരം കോർപ്പറേഷൻ, അതാണ് കൗതുകകരമായ കണക്ക്. മൊത്തം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ട്, നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് സീറ്റുകൾ കൂടുതൽ BJPക്ക് കിട്ടി. പക്ഷേ വോട്ടിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 529 വോട്ടുകളുടെ കുറവുണ്ട്. ഈ LDF പിടിച്ചിരിക്കുന്നത് 1,60,861 വോട്ടുകളാണ്. NDA, അതായത് ഭൂരിപക്ഷം അവിടെ കിട്ടിയ NDA അവിടെ നേടിയിരിക്കുന്നത് 1,60,232 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 529 വോട്ടുകളുടെ കുറവ്. 529 വോട്ടുകളുടെ കുറവ് കോർപ്പറേഷൻ പരിസരത്ത് അല്ലേ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 529 വോട്ടുകൾ കുറവായിട്ടും അവർക്ക് സീറ്റുകൾ അവിടെ നേടാൻ സാധിക്കുന്നു, കോർപ്പറേഷൻ സീറ്റുകൾ നേടാൻ സാധിക്കുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാണ് അത് മാറിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാം ഘട്ടത്തിൽ BJPക്ക് സാധിച്ചതുപോലെയുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഇപ്പോഴും ലെഫ്റ്റ് ബേസ് വോട്ടുകൾ കൂടുതലും കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ വലുപ്പം കുറവാണ് എന്നാണ്. എങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നാം ഘട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ഇനി മൊത്തത്തിലുള്ള BJPയുടെ കാര്യം നോക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിർണായകമായ കാര്യമാണ്. BJPക്ക് ഇത്തവണ പാളാനുള്ള 2 കാരണങ്ങളിലൊന്ന് ഈ ഈഴവ വോട്ടുകളിൽ നിന്ന് കാര്യമായി ലോക്സഭയിൽ ഒലിച്ചതുപോലെ ഒലിച്ചുപോയില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഏറ്റവും വലിയ പരീക്ഷണമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്ന ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അമ്പേ പരാജയപ്പെട്ടു. 4 പരാജയങ്ങൾ നിങ്ങൾക്ക് കാണാം BJPയുടെ സ്ട്രാറ്റജിയിൽ. ഒന്ന്, BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിയപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമായിട്ട് ഒതുങ്ങി. രണ്ടാമത്തത്, അവരുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ പരാജയപ്പെട്ടു. കേക്കും ഷെയ്ക്ക് ആൻഡും മോദി മിത്ര പരിപാടിയും കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കൂല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി. 3, സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള തൃശ്ശൂർ പരീക്ഷണം അമ്പേ പാളി. അതേ മാതൃകയിലുള്ള തൃശ്ശൂർ പരീക്ഷണം പാളി എന്നതിൻ്റെ ചിത്രമാണ്.
നാലാമത്തെ പ്രധാനപ്പെട്ട പരീക്ഷണം എന്ന് പറയുന്നത് കാസ അടക്കമുള്ള തീവ്ര വർഗീയ ശക്തികളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള BJPയുടെ നീക്കവും അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ 3 കണക്കുകൾ പറയാം. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ കാണാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട ജില്ലകൾ, ഒന്ന് ഇടുക്കി, ഒന്ന് കോട്ടയം, പിന്നെ മറ്റൊന്ന് എറണാകുളം. ഈ 3 ജില്ലകളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് കണക്കുകൾ മനസ്സിലാവും. കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ കോട്ടയത്തെ 15% NDA, കുറഞ്ഞതല്ല. ദേശീയ ശരാശരി സംസ്ഥാന ശരാശരിക്ക് ഒപ്പം നിൽക്കുന്ന കണക്കാണ്. 15% ഉള്ളൂ. കോട്ടയത്ത് വലിയ സാധ്യതകൾ, ഷോൺ ജോർജ് അടക്കം വലിയ സാധ്യതകൾ. 2 ജനറൽ സെക്രട്ടറിമാരുള്ള പാർട്ടിയാണ്. പണ്ടൊരു റേച്ചൽ മത്തായിയെ കുറിച്ച് മാത്രമേ നമ്മൾ ക്രിസിൽ കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ കേട്ടത് PC തോമസാ 2009 അല്ലേ, അതിനുശേഷം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ PC തോമസ് 2004 PC തോമസ് NDAയുടെ ഘടകകക്ഷിയായിട്ട് വിജയിക്കുന്ന ഘട്ടം. അപ്പോൾ PC തോമസിനെ റേച്ചൽ മത്തായിയും കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായിട്ട് തന്നെ 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഒന്ന് ഷോൺ ജോർജും പിന്നൊന്ന് അനൂപ് ആന്റണിയും. ഷോൺ വൈസ് പ്രസിഡന്റ്, അനൂപ് ആന്റണിയും ഉണ്ട്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖരന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് 2 പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കളാണ്. പിന്നൊന്നുള്ളത് S സുരേഷാണ്. ഇവരുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് കോട്ടയത്ത് 15% ഒതുങ്ങിയത്? ഇനി ഇടുക്കിയിലേക്ക് വരാം. അവിടെ അമ്പേ പരാജയമാണ്. പ്രേക്ഷകർ ആലോചിക്കണം, ഈ തിരഞ്ഞെടുപ്പിന് മുൻപ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സ്റ്റോറി ആദ്യം പ്രദർശിപ്പിച്ചത് ഈ ഇടുക്കിയിലാണ്. കേരള സ്റ്റോറി കേരളം മുഴുവൻ തിരസ്കരിക്കുമ്പോൾ അതാദ്യം ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം വരുന്ന ജില്ല ഇടുക്കിയാണ്. ആ ഇടുക്കിയിൽ 6.81%. അതായത് സംസ്ഥാനത്തിന് കിട്ടിയതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല ഇടുക്കിയിൽ. 6.81. അവിടെ UDF കിട്ടിയത് എത്രയാണ്? 45.4. LDF കിട്ടിയത് 35.06%. ഇടുക്കിയിൽ എന്തേ BJP 6.81% ഒതുങ്ങി? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം വിജയിച്ചോ? മൂന്നാമത്തേത് എറണാകുളം നോക്കൂ. എറണാകുളത്ത് 9.40. അവിടെ UDF 41.49, LDF 26.53% നേടുമ്പോഴാണ് 9.40% നിൽക്കുന്നത്. ഇനി കണ്ണൂർ കുടിയേറ്റ മേഖലകളിലൂടെ കണക്കുകൾ കൂടി ഞാൻ പറയാം. അവിടെ 8.62% BJPയുടെ കഥയായി പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള മേഖലകളിലെല്ലാം അമ്പേ പറഞ്ഞോട്ടെ. അതായത് നേരത്തെ ഷോൺ ജോർജിനെ കോട്ട് ചെയ്തത് കൊണ്ടാണ്. ഷോൺ ജോർജ് നേരിട്ട് പോയി പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഷോൺ ജോർജ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന മട്ടിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ്, ഞാൻ എന്തായാലും ഷോണിനെ ക്രിസ്ത്യൻ ആയിട്ടല്ല കാണുന്നത്, ഒരു BJPയുടെ ഒരു നേതാവായിട്ടാണ്. അല്ലാതെ ജാതി തിരിച്ച് ഷോണിനെ ഞാൻ കാണുന്നില്ല. പക്ഷേ അതല്ല, നിങ്ങൾ ജാതി തിരിച്ച് പറയുകയാണ്. അല്ലല്ല, ജാതി തിരിച്ച് മതം തിരിച്ച് പറയുകയാണ്. മതം തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ക്രിസ്ത്യൻസ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. BJP നേതാവാണ്. കാസ എന്ന സംഘടന ക്രിസ്ത്യൻ സംഘടനയാണോ? BJP നേതാവാണ്. ഞാൻ ഡിസെൻഡ് ചെയ്ത കാര്യം അതാണ്. കാസയുടെ രാഷ്ട്രീയ രൂപം NDAക്കാണോ പിന്തുണ പ്രഖ്യാപിച്ചത്? അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഞാനത് പറയാം. ഞാൻ പറഞ്ഞു തീർന്നതിന് ശേഷം താങ്കൾക്ക് തുടരും. ഇത് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴേക്കും ഇതായിരുന്നില്ലല്ലോ വാദം. ശരി. അപ്പോൾ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത്, അവിടെ മാത്രം BJPക്ക് 15% വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ 2020 നിന്ന് 11.4% നിന്ന് 26.9%ലേക്കാണ് BJPയുടെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത്. അവിടെ UDFന് 38.8 നിന്ന് 39.8% മാത്രം. കാരണം UDF വലിയ വളർച്ചയുണ്ടാക്കിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. LDFന് അവിടെ 34.2% നിന്ന് -1.9, അത്രയും കുറഞ്ഞ 32ലേക്ക് വീഴുമ്പോൾ അവിടെ 15% വോട്ട് വർധന ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞോട്ടെ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ തൃശ്ശൂരിൽ 6 സീറ്റായി ഉയർന്നു. ശരി. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ 15% വർധനമുണ്ടാക്കിയതുകൊണ്ട് എന്താണ് താങ്കൾ പറഞ്ഞു വരുന്നത്? 15% വർധനയും 1.2% തളർച്ചയും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കൂ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തല്ല. ശരി, ഞാൻ കുറച്ച് കണക്കുകൾ അങ്ങോട്ട് പറയാം. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ എല്ലാം എന്ത് സംഭവിച്ചു എന്നത് നോക്കൂ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ പാളയത്ത് വെട്ടുകാട് പൗണ്ട് കടവിൽ എന്താ സംഭവിച്ചത്? എണ്ണിയെടുക്കാൻ പോലും വോട്ടുകളില്ല. പൗണ്ട് കടവിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കാ. എന്താ അവിടെ ക്രിസ്ത്യൻ വോട്ട് BJPക്ക് പോവാത്തത്? എന്തുകൊണ്ടാണ് പൗണ്ട് കടവിൽ പോവാത്തത്? എന്തുകൊണ്ടാണ് വെട്ടുകാട് പള്ളിയുടെ സമീപത്ത് BJPയുടെ വോട്ടിൽ ഒരു വോട്ടിൻ്റെ വർധന ഉണ്ടാക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് പാളയത്ത്? എന്തുകൊണ്ടാണ് നാലാഞ്ചിറയിൽ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തെത്തിയ മണലൂരിൽ
ഒല്ലൂരിൽ അതേപോലെ ഇരിങ്ങാലക്കുടയിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളുടെ ഇടങ്ങളിലേക്ക് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാതി പോലും പിടിക്കാൻ പറ്റാഞ്ഞത്? വൈ? അപ്പോഴാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ 15% വർദ്ധിച്ചത് ഞാൻ ഒരു പറഞ്ഞത് പാർട്ടിയുടെ ജോർജിനെ കുറിച്ച് വൈസ് പറഞ്ഞതുകൊണ്ടാണ്. പ്രസിഡന്റ് നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ അത് ആശ്വസിക്കാൻ വേണ്ടി അവതരിപ്പിച്ചോളൂ എന്ന് മാത്രമേ ആശ്വസിക്കാൻ വേണ്ടി എനിക്ക് ആശ്വസിക്കാൻ വേണ്ടി തിരുവനന്തപുരം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന 45 വർഷം ഭരിച്ച പാർട്ടി തോറ്റമ്പിയത് അംഗീകരിക്കാൻ ആദ്യം പഠിക്കും. ഓരോ കണക്കുകളും എടുത്ത് നമ്മൾ പറയുകയാണ്. ഞങ്ങളല്ലല്ലോ പറഞ്ഞത് 25% വോട്ട് 45 വർഷം ഭരിച്ചവർ എവിടെ പോയി? എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ആര്യ രാജേന്ദ്രന്റെ മേയർ ഭയങ്കരമായിട്ട് ശരി, പറഞ്ഞാണല്ലോ എന്തായി? 25% വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ കാൽക്കുലേഷൻ എവിടെയാ പാളിയത്? അതാ പാർട്ടി വിലയിരുത്തുന്നത്. അതാ പാർട്ടി 25%. ഇപ്പൊ 45 കൊല്ലം ഭരിച്ച കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതിന്റെ കാരണം എന്താ? അതാണ് ഒരു ചോദ്യം. 25% ഈ CPIM-ന്റെ തിരിച്ചടിയും CPIM-ന്റെ വീഴ്ചയും ഒന്നും പ്രശ്നമല്ല. പോയ BJPയുടെ തളർച്ചയെ നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നഗരങ്ങളിലുള്ള BJPയുടെ വളർച്ച അത് മൊത്തത്തിലുള്ള ഒരു ശരിക്കും ഇവിടെ തളർന്നത് CPIM ആണ്. താങ്കൾക്ക് അത് മനസ്സിലാവില്ലെന്ന് മാത്രം. ഇനി കണക്കുകളല്ലേ നമ്മുടെ മുന്നിൽ? കണക്കുകളെ എല്ലാവരുടെയും മുന്നിലുള്ളത്. ആ കണക്കുകളുടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ക്രിസ്ത്യൻ ബെൽറ്റുകളിലേക്ക് എന്ത് സംഭവിച്ചു? 10 വർഷം ഭരിച്ച പാർട്ടി ഇപ്പോഴും 58 സീറ്റിൽ വിജയിച്ചു നിൽക്കുക കേരളത്തിൽ. 10 വർഷം കേരളം ഭരിച്ച പാർട്ടി 58, ഇപ്പോഴത്തെ ഈ വോട്ട് ശതമാനം വെച്ച് കണക്കാക്കിയാൽ 58 സ്ഥലത്ത് വിജയിച്ചു നിൽക്കുക. അതുകൊണ്ട് എന്താ 58 സീറ്റ് കേരളത്തിൽ ജയിക്കാൻ 72 വേണേ? അല്ല ആയിക്കോട്ടെ, അപ്പുറത്ത് UDF ഉണ്ട് എന്ന് കരുതിക്കോളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് 72 വേണം. പക്ഷെ ഞാൻ പറഞ്ഞത് ഒലിച്ചു പോയിട്ടില്ലെന്നാ പറഞ്ഞത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചതാരാ? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചതാരാ? BJPയുടെ വിജയം അംഗീകരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് ഇടതുപക്ഷമാണ്. അതെ, അല്ല ഞാനതാ ആദ്യമേ കണക്ക് പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും, അതായത് കൂടുതൽ സീറ്റ് കിട്ടി എന്ന് BJP പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും 529 വോട്ടുകൾക്ക് പുറകിലാണ് BJP. വോട്ട് പെർസെന്റേജിൽ 0.2% കുറവിലാണ്. ഇല്ലില്ല, അവിടെ മൊത്തം കണക്ക് നോക്കുമ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ കണക്കിനുള്ളിൽ വരുമ്പോൾ, കോർപ്പറേഷൻ്റെ കണക്കിൽ വരുന്ന സമയത്ത് അത്രയും വോട്ടിന് പിന്നിലാണ് BJP. കേരളം മൊത്തം നോക്കുമ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഇടുക്കിയിൽ 6.81%, സംസ്ഥാനത്ത് കിട്ടിയതിൻ്റെ പാതി പോലും കിട്ടിയിട്ടില്ല. കോട്ടയത്ത് 15% ഉള്ളൂ. കണ്ണൂരിലേക്ക് വരുമ്പോൾ 8% ഉള്ളൂ. 10% താഴെ മാത്രമാണ് എറണാകുളത്തുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന തരംഗം എന്ന് പറയുന്നത്, ഒന്ന് നരേന്ദ്രമോദിയുടെ തരംഗം, മോദി വേവ് അവിടെയുണ്ട്. 2 അവിടെ സുരേഷ് ഗോപി ഒരു വലിയ ഫിഗറായിട്ട്, രാഷ്ട്രീയ ഫിഗറായിട്ട് വരുന്നു. ആ പൊളിറ്റിക്കൽ ഫിഗറായിട്ട് വരുന്ന തൃശ്ശൂരിലുള്ള സുരേഷ് ഗോപിക്ക് കലങ്ക് സംവാദങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ സാധിച്ചു? കലങ്ക് സംവാദം നടത്തിയ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളും നമ്മൾ നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 75% സ്ഥലങ്ങളിലും BJP 3-ാം സ്ഥാനത്താണ്. 75% കലിംഗ സംവാദം നടത്തിയിടങ്ങളിൽ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അതുകൊണ്ടാണ് മൂന്നാമത്തെ പരാജയം സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പരീക്ഷണവും പാളിപ്പോയി എന്ന് പറഞ്ഞത്. കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. കണക്കാണല്ലോ മത്സരിപ്പിച്ച ലോക്സഭയിലേക്ക് ജയിക്കുകയും ചെയ്തു, കേന്ദ്ര സഹമന്ത്രി ആവുകയും ചെയ്തു. അത് അംഗീകരിക്കാൻ താങ്കൾക്ക് ഇനിയും മനസ്സ് വന്നിട്ടില്ലല്ലോ. എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തോറ്റു 3-ാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അത് ജയിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റും. ആയിക്കോട്ടെ, എന്നിട്ട് തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയോ? തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ, ഒല്ലൂരിൽ, നാട്ടികയിൽ, ഇരിങ്ങാലക്കുടയിൽ, പുതുക്കാട് 5 ഇടങ്ങളിൽ 1-ാം സ്ഥാനം. തദ്ദേശവും ലോക്സഭയും 2 വോട്ടിംഗ് പാറ്റേൺ അതിനുശേഷം ആ BJPക്ക് കൊടുത്ത ആ വോട്ടർമാർ ഇത്തവണ എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്യാഞ്ഞത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അറിയാത്ത ആളാണോ താങ്കൾ? BJPക്ക് എന്താണ്? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ അല്ലല്ലോ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വോട്ട്, പക്ഷേ ജില്ലാ പഞ്ചായത്ത് അങ്ങനെയല്ല കേട്ടോ. ജില്ലാ പഞ്ചായത്ത് അങ്ങനെയല്ല. സുരേഷ് ഗോപി ജില്ലാ പഞ്ചായത്ത് പൊളിറ്റിക്കലാണ്. ജില്ലാ പഞ്ചായത്തിന് 3-ാമത് പറയാം നമുക്ക്. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിനുശേഷം ക്ഷമിക്കണം, നമ്മളാ സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ പ്രത്യേകമാ സംസാരിക്കുന്നത്. അങ്ങനല്ല, ഇത് പറഞ്ഞു തീർക്കട്ടെ. അതിനുശേഷമുള്ള നമുക്ക് നമ്മളെല്ലാവരും നമ്മളല്ലേ നമ്മളിപ്പോ മനസ്സിലായി എന്താണ് സുജയ. ഇത് നമ്മൾ കണക്കുകൾ പറയില്ല. ഇതൊരു രാഷ്ട്രീയമല്ലേ. ആളുകൾ എന്താണ് ഫീൽഡിൽ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ ഇതിനകത്ത് ശരിയാവണമെന്നൊന്നുമില്ല. ഇത് നമ്മളെക്കാൾ നല്ല ബുദ്ധിയുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരുടെ മുന്നിലേക്ക് നമ്മളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് നമ്മൾ വിയോജിക്കും അല്ലെങ്കിൽ യോജിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നേരത്തെ പിയാസുൽ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ തവണ 2 ഡിവിഷൻ ഉണ്ടായിരുന്നില്ലേ ജില്ലാ പഞ്ചായത്തിൽ? ഇത്തവണ എത്ര ഡിവിഷനുണ്ട് BJPക്ക്? എത്ര ഡിവിഷനുണ്ട്? ഒരെണ്ണം. ജില്ലാ പഞ്ചായത്തല്ലേ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത്? പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന കഴിഞ്ഞ തവണ LDF-ന് എത്ര ജില്ലാ പഞ്ചായത്ത് ഭരണം ഉണ്ടായിരുന്നു? ഭരണം 7 ജില്ല. എത്രയിൽ നിന്നാണ് 11-7 വീണു? 4 പഞ്ചായത്തിന്റെ ഭരണം പോയി. 7 LDF-ഉം 4 ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പോയി LDF-ന്. അതാണ് പോക്ക്. അല്ലാതെ BJPക്ക് 2 സീറ്റിൽ നിന്ന് 1 സീറ്റ് ആയതിനേക്കാൾ വലിയ വീഴ്ച 4 പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതാണ് ആ രാഷ്ട്രീയത്തിലെ LDF-നെ പരാജയപ്പെടുത്തി കേരളം തിരസ്കരിച്ചു. 11 ഇടങ്ങളിൽ നിന്ന് 7 ഇടങ്ങളിലേക്ക് 11 ഇടങ്ങളിൽ നിന്ന് 7 ഇടങ്ങളിലേക്ക് LDF-നെ പരാജയപ്പെടുത്തി UDF ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാത്ത പാർട്ടി
ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഒരു ഡിവിഷൻ മാത്രം ഉണ്ടായിരുന്ന 2 ഡിവിഷൻ ഉണ്ടായിരുന്ന BJP ഇത്തവണ ഒരു കാര്യം ഒരു കൂടി പറയാം. ഡിവിഷനിലേക്ക് മാത്രമായി മാറി. ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത്. അല്ല, ഇപ്പോൾ ഒറ്റ ഒരൊറ്റ കാര്യം ജില്ലാ പഞ്ചായത്ത്. 5-1 കോർപ്പറേഷൻ, അതിപ്പോൾ 1-1 LDF ന് 1 NDA ക്ക് 1 അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, പക്ഷെ ഒരൊറ്റ ജില്ലാ ലോക്സഭയിൽ ഒരു പഞ്ചായത്തിൽ സീറ്റ് LDF ന്, ഒരു സീറ്റ് NDA ക്ക് അത്രേ ഉള്ളൂ. ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ ഒരെണ്ണത്തിൽ കൂടുതൽ സീറ്റ് നോക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു സീറ്റും എത്ര ജില്ലാ ഒരു പഞ്ചായത്ത് സീറ്റും 4 ജില്ലാ പഞ്ചായത്തിന്റെ ഭരണവും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. കൗതുകകരമായ കാര്യം അറിയോ? പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ ജില്ലാ പഞ്ചായത്തിൽ LDF ആണ് തോറ്റത്. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ 4 ജില്ലാ പഞ്ചായത്തിൽ ആ ജില്ലാ പഞ്ചായത്തിൽ LDF തോറ്റു എന്ന് നമ്മള് ഒരു 2 ഡിവിഷൻ LDF തോറ്റു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ. UDF ജയിച്ചു, LDF തോറ്റു. നോക്കൂ, ഇതിനകത്ത് ആർക്കാണ് പക്ഷേ BJP LDF നമ്മൾ പറയുന്നത് തിരിച്ചടി നേരിട്ടില്ലെന്ന് പറയുന്നത്? ഞാൻ പറയുന്നില്ല, പിയാസുൽ പറയുന്നില്ല. സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ LDF-ന് വലിയ തിരിച്ചടി മറച്ചു വെക്കാൻ ഒരു സീറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. ഈ കേരളത്തിന്റെ പൊളിറ്റിക്കൽ വോട്ടിംഗിൽ BJP ഒരു ജില്ലാ പഞ്ചായത്തിൽ മുന്നിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, മൊത്തമുള്ള ജില്ലാ പഞ്ചായത്തിലെ മൊത്തം ഡിവിഷനുകൾ എടുത്തു നോക്കുമ്പോൾ ആ ഡിവിഷനുകളിൽ ആകെ ഉണ്ടായിരുന്ന 2 എണ്ണത്തിൽ 1 എണ്ണം പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ BJPക്ക് വളർച്ചയല്ല ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. BJP കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം പോലും ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടില്ല. അനുകൂല ഘടകങ്ങൾ പലതുണ്ടായിരിക്കെ ഒരു MP-യെ കിട്ടി. അതിനുശേഷം തിരുവനന്തപുരത്ത് മുൻവന്നു 10 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് വന്നത്. അതിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിലെ 5 എണ്ണം. അതിനുശേഷം വർക്കല, നെയ്യാറ്റിങ്കര, കോവളം, തിരുവനന്തപുരം, മഞ്ചേശ്വരം, കാസർഗോഡ്, ഹരിപ്പാട്, പാലക്കാട്, കായംകുളം 2-ാം സ്ഥാനത്ത് വന്നു. ഇക്കുറി ഇവിടങ്ങളിലെല്ലാം പിന്നിലേക്ക് പോകുന്ന കാഴ്ച, കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ തിരുവനന്തപുരത്ത് അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന കണക്കുകളാണ്. ആ ചലഞ്ചുകൾ പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ആ അർത്ഥത്തിൽ BJPക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയായി മാറുന്നു. എന്തുകൊണ്ട് തിരിച്ചടിയായി മാറുന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ്. അതിന് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്യും. അതിന് ഈ നഷ്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പം സാധ്യമാകുമോ എന്നുള്ളതാണ്. അടിസ്ഥാനമായി BJPക്ക് കിട്ടുമെന്ന് കരുതിയിരുന്ന 2 പ്രധാനപ്പെട്ട വോട്ട് ബേസുകൾ, അതിലൊന്ന് ഈഴവ വോട്ടുകൾ, മറ്റൊന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ. ആ വോട്ടുകൾ ഇക്കുറി BJPക്കൊപ്പം പോകാത്തതാണ് കാരണം. ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ആവർത്തിക്കുമോ എന്നുള്ളത് നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലേ മനസ്സിലാകൂ. പക്ഷേ അവരുടെ വോട്ടിംഗ് യൂണിവേഴ്സിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതിന് പല ചോദ്യങ്ങളുണ്ട്. ഇവിടെ കേക്ക് കൊടുക്കാൻ പോകും, അതിനുശേഷം അവിടെ ഛത്തീസ്ഗഡിൽ കേൾപ്പിക്കുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. ഇത് ജാർഖണ്ഡിൽ കേൾപ്പിക്കുകയും ചെയ്യും, ഛത്തീസ്ഗഡിൽ കേൾപ്പിക്കുകയും ചെയ്യും. കന്യാസ്ത്രീമാരുടെ മർദ്ദനം ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത വിഷയമായിരുന്നില്ലേ? ഒരേ സമയത്ത് കേക്ക് കൊടുക്കും, അവിടെ കന്യാസ്ത്രീകൾക്ക് മർദ്ദനവും കൊടുക്കും. ഇതാണോ അവസ്ഥ എന്നുള്ളത് കേരളം ചോദിക്കുകയും കേരളം കാണുകയും ചെയ്തിരുന്നതാണ്. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കേരളം കണ്ടിരുന്നതാണ്. ഇതൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് പോലെയുള്ള ക്യാമ്പയിനുകൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ വോട്ടർമാർ വീണ്ടും LDF UDF പാറ്റേണിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ BJPക്ക് തിരിച്ചടിയോ എന്നുള്ള ചോദ്യത്തിന് BJPക്ക് തിരിച്ചടിയാണ് എന്നതാണ് എൻ്റെ വിഷയം. 4 പേരുടെയും അഭിപ്രായം യെസ്. Meet the editors.